പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. പുതിയ നല്ലൊരു പ്രഭാതത്തിലേക്ക് ദൈവം നമ്മെ നയിച്ചില്ലേ? ദൈവത്തിന് നന്ദി പറയാം. പുതിയ വചനം കേൾക്കാം, പുതിയ വചനത്തിൽ ജീവിക്കാം. വചനം എന്താണ് നമ്മോട് ആവശ്യപ്പെടുന്നത് അനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപ ദൈവം നൽകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. കഴിഞ്ഞ ദിവസം നാം പഠിച്ച വചനം സങ്കീർത്തന പുസ്തകം 23-ാം അധ്യായത്തിന്റെ 1-ാം വചനമായിരുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഇന്ന് നാം പഠിക്കുന്ന മറ്റൊരു വചനം, പുതിയ വചനം. ഓരോ വചനം പഠിക്കുമ്പോഴും അതിൻ്റെ അഭിഷേകം, അതിൻ്റെ കൃപ നമ്മിലേക്ക് ഒഴുകിയിറങ്ങാൻ ആഗ്രഹിക്കണം. കർത്താവേ, ഇന്ന് ഞാൻ പഠിക്കുന്ന വചനത്തിൻ്റെ അഭിഷേകം എന്നിൽ നിറയ്ക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് പഠിക്കുന്ന വചനം ലേവ്യരുടെ പുസ്തകം, ദ ബുക്ക് ഓഫ് ലെവിറ്റിക്കസ്, 20-ാം അധ്യായം 7-ാമത്തെ വചനമാണ്. ദ ബുക്ക് ഓഫ് ലെവിറ്റിക്കസ് ചാപ്റ്റർ 20 verse 7. അതിങ്ങനെയാണ് പറയുന്നത്: നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധരാകുവിൻ. എന്തെന്നാൽ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. ഇപ്പൊ കർത്താവ് പരിശുദ്ധനാണ്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വിശുദ്ധീകരണമാണ്, വിശുദ്ധിയിൽ ജീവിക്കുവാനാണ്. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം നമുക്കുണ്ടാകണം. ഓരോ ദിവസവും വിശുദ്ധി എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. അതിലൂടെ അനേക കാര്യങ്ങൾ നമുക്ക് അനുഗ്രഹമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കും. അതുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കാം. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് പഠിക്കുന്ന വചനം ഇതാണ്: നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധരാകുവിൻ, എന്തെന്നാൽ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. Consecrate yourselves and be holy. Consecrate yourselves and be holy. For I am the Lord your God. For I am the Lord your God. Consecrate yourselves and be holy, for I am the Lord your God. നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധരാകുവിൻ, എന്തെന്നാൽ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. ദൈവം കർത്താവായി നമ്മുടെ കൂടെയുള്ളപ്പം നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ കരം പിടിക്കുന്നത് ദൈവമാണ്. ആമേൻ.